അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആയിട്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഒരു വില്ലേജർ റൈഡിങ് ഹാളും സംഭവമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ക്യൂർ ചെയ്യാനുള്ള ഐറ്റംസ് ഫസ്റ്റ് റെഡിയാക്കണം. നമ്മൾ ഒരു ക്യൂർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ ഓഫ് ഒരു സംഭവം വേണം ഗൈസ്. ആ ഒരു സംഭവം നമ്മൾ ഒരു പോഷനാണെന്ന് തോന്നുന്നു ഗൈസ്. ആ ഒരു സംഭവം റെഡിയാക്കി ആ ഒരു സോംബി വില്ലേജറിൻ്റെ പുറത്തേക്ക് എറിഞ്ഞാൽ മാത്രമേ അത് സംഭവം വർക്കാവുള്ളൂ ഗൈസ്. ആ ഒരു സംഭവം റെഡിയാക്കണമെങ്കിൽ അപ്പോൾ ഒരു പോർഷൻ റെഡിയാക്കണമെങ്കിൽ ഗൈസ് നമ്മൾ നെതറിൽ പോകണം. നെതറിൽ പോയിട്ട് ഫോർട്രസ് പറഞ്ഞൊരു സംഭവം കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും നെതറിൽ പോയി കാരണം നമ്മളെ ഫോർട്രസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് ഫുള്ള് ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്ത് ഗൈസ്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ എന്തായാലും കണ്ടുപിടിച്ച ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. അപ്പോൾ നമുക്ക് ഇനി കയറി നോക്കണം കേട്ടോ ഗൈസ്. ഞാൻ അതിൻ്റെ അടുത്ത് വരെ പോയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് വരെ എത്തി. ഇനി നമുക്ക് പൊട്ടിച്ചുള്ളോട്ട് കയറാനേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് 3 കുതിര ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഒരു കുതിര കൂടി സാഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഗൈസ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് കൗഫാം ആട്ടോ ഗൈസ്. പുതിയതായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ്. സോ ഞാനിത് എന്തായാലും വീഡിയോ എടുത്തില്ല. നമ്മൾ ഫുള്ള് സെറ്റാക്കി നമുക്ക് വേണ്ടൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ലെതർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ലെതറിൻ്റെ ഒരു ചെറിയൊരു ഫാം കൂടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ബീഫും കിട്ടും, അതുപോലെ തന്നെ ലെതറും കിട്ടും. ഇപ്പോൾ ഏകദേശം 40 ലെതർ ഉണ്ട്. എന്തായാലും നമുക്ക് ലെതർ എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എൻചാൻറ്റിങ് ഫുൾ അങ്ങ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഫോർട്രസ് പോകണമെങ്കിൽ തന്നെ ഗൈസ് നമ്മൾ ഈ ഒരു ഡയമണ്ട് ആർമർ ഇട്ട് പോയാൽ മിക്കവാറും നമ്മൾ ഡെഡ് ആവും ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരു എൻചാൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ആർമർ ഫുൾ എൻചാൻറ്റിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫോർട്രസ് കണ്ടുപിടിക്കുക, ഫോർട്രസിൽ കയറാൻ പോകുന്നത്. സോ അപ്പോൾ ആദ്യം നമ്മൾ ആർമർ സെറ്റാക്കണം. ഞാൻ എന്തായാലും ലെതർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്കും കാര്യങ്ങളും റെഡിയാക്കണം. നമ്മൾ എന്തായാലും പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പേപ്പർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഷുഗർ കെയിൻ. പിന്നെ ഞാൻ അവിടെ ഷുഗർ കെയിൻ്റെ ചെറിയൊരു ഫാം കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കാണിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് റെഡിയാക്കുന്നത് ബുക്കാണ്. ഏകദേശം 10 ബുക്ക് 11 ബുക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ആൻഡ് നമ്മൾ നമ്മുടെ ബുക്ക് ഷെൽഫ് റെഡിയാക്കാൻ പോവാണ്. 3 ബുക്ക് ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണം കേട്ടോ ഗൈസ്. സോ നമ്മളെന്തായാലും പോയിട്ട് കുറച്ച് ഷുഗർ കെയിൻ വെട്ടിക്കൊണ്ട് വരണം. അപ്പോൾ ഷുഗർ കെയിൻ അവിടെ വളർന്ന് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും കുറച്ച് വാട്ടറൊക്കെ ഒഴിച്ച് ഇവിടെയും കൂടി സെറ്റാക്കിയിട്ടുണ്ട് ഷുഗർ കെയിൻ ഫാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. എന്തായാലും ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. 30 ഷുഗർ കെയിൻ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പേപ്പർ ആക്കണം ഗൈസ്. പേപ്പർ ആക്കുമ്പോൾ എത്ര പേപ്പർ കിട്ടും നോക്കാം കേട്ടോ. ഓക്കെ, 30 പേപ്പർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്ക് റെഡിയാക്കാം കേട്ടോ. നെക്സ്റ്റ് 12 ബുക്ക് കിട്ടി. ആൻഡ് 4 ബുക്ക് ഷെൽഫ് കൂടി റെഡിയാക്കി കേട്ടോ ഗൈസ്. റെഡിയാക്കിയ സംഭവം നമുക്ക് എന്തായാലും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ കറക്റ്റ് സെറ്റായി കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. സോ ഇവിടെയാണെന്ന് തോന്നുന്നു ഗൈസ് 2 എണ്ണം. ആൻഡ് ഇവിടെ ഒന്നുകൂടി വേണം തോന്നുന്നു. ഓക്കെ, ആൻഡ് ഇനി വേണ്ടത് ഓക്കെ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബിൽഡ് ചെയ്യാൻ തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 2 എണ്ണം ആൻഡ് ഇവിടെ 2 എണ്ണം. ഓക്കെ, നമുക്ക് ഇനി കുറച്ചുകൂടി ഷുഗർ കെയിൻ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. എന്തായാലും നമുക്കൊരു 4 എണ്ണം അവിടെ ബാക്കി വെക്കാം. ബാക്കി എന്തായാലും നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഷുഗർ കെയിൻ ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. ഓക്കെ, 10 എണ്ണേ ഉള്ളല്ലോ ഗൈസ്. എന്തായാലും അതവിടെ നിന്ന് വളരട്ടോ. ഞാൻ എന്തായാലും 2 ഷുഗർ കെയിൻ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കി എന്തായാലും ഞാൻ പൊട്ടിച്ചെടുത്തു. 15 ഷുഗർ കെയിൻ എടുത്തിട്ടുണ്ട്. സോ ഇത് വെച്ച് എന്തായാലും നമുക്ക് പേപ്പർ റെഡിയാക്കട്ടെ ഗൈസ്. പേപ്പർ റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, 15 പേപ്പർ കിട്ടി. ബാക്കി നമുക്ക് ബുക്കാക്കാം. ആൻഡ് എന്തിൻ്റെ ഒരു കുറവുണ്ടല്ലോ ഗൈസ്. ബ്ലോക്സിൻ്റെ കുറവാണോ? പ്ലാങ്ക്സിൻ്റെ കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ പ്ലാങ്ക്സ് ഓക്കെ, ഒന്ന് റെഡിയാക്കാൻ പറ്റും ഗൈസ്. ഒന്ന് റെഡിയാക്കാൻ പറ്റും. ഇനി ഷുഗർ കെയിൻ വേണം കേട്ടോ ഗൈസ്. എന്തായാലും നമുക്കിത് മതി കേട്ടോ ഗൈസ്. ഇതുകൂടി റെഡിയാക്കിയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് നമുക്ക് എൻജാൻറ്റ് കിട്ടുക കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ എടുക്കണം കേട്ടോ ഗൈസ്. ഷുഗർ കെയിൻ തീർന്നിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും ഷുഗർ കെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അതിൽ പെട്ടെന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഷുഗർ കെയിൻ. ഓക്കെ, 7 എണ്ണം കിട്ടി. ഇനിയുണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഓ, ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് മതിയാവും ഗൈസ്. 12 ഷുഗർ കെയിൻ എടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. പെട്ടെന്ന് പോവാം. കുറേ ക്രീച്ചേഴ്സ് സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഒക്കെ സോംബി സ്പോൺ ആയി ഗൈസ്. ഓ, ക്രീപ്പർ വരുന്നുണ്ട്. ഓടിക്കോ മച്ചാനെ ഓടിക്കോ.
ഡോറ് പൂട്ടിക്കോ. പേപ്പർ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ 4 ബുക്കാണ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ 6 ആയിട്ടുണ്ട്. സോ നമുക്ക് 2 ബുക്ക് ഷെൽഫ് കൂടി റെഡി ആക്കാം കേട്ടോ. ഓക്കെ 2 ബുക്ക് ഷെൽഫ് കൂടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി അവിടെ സെറ്റ് ആക്കാം കേട്ടോ ഗൈസ്. ഓ ഓക്കെ അങ്ങനെ നമ്മൾ ബുക്ക് ഷെൽഫ് മൊത്തം അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് എൻചാൻറ്റിങ്ങിന് ഒരു സംഭവം നോക്കി നോക്കാം എത്ര ഇപ്പോൾ കിട്ടും, എന്തൊക്കെ കിട്ടും നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഓക്കെ പ്രൊട്ടക്ഷൻ 4 കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ വേഗം പോയിട്ട് നമുക്ക് മൊത്തം പ്രൊട്ടക്ഷൻ 4 ആക്കാം. നമ്മുടെ ലാപ്പിസ് ലസൂലി എടുത്തിട്ടുണ്ട്. യെസ് ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് നമ്മുടെ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് പ്രൊട്ടക്ഷൻ 4 ആക്കാം കേട്ടോ. ഓ പ്രൊട്ടക്ഷൻ 4 ഉണ്ട്, അതുപോലെ തന്നെ അൺബ്രേക്കിംഗ് 3 കിട്ടി. സ്റ്റോൺസിൻ്റെ 2 എന്തൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ എൻചാൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഡയമണ്ട് ലെഗിൻസ് എൻചാൻറ്റ് ചെയ്യണം. സോ ഇനി നമ്മൾ ഡയമണ്ട് ലെഗിൻസ് എൻചാൻറ്റ് ചെയ്യാൻ പോട്ടെ ഗൈസ്. ഇനി ലാപ്പിസ് ലസൂലി വെക്കാം. പ്രൊട്ടക്ഷൻ 4 അൺബ്രേക്കിംഗ് പ്രൊജക്റ്റൽ പ്രൊട്ടക്ഷൻ 4 എന്തോ സംഭവം. ടച്ച് ഓക്കെ നമുക്ക് ഡയമണ്ട് ലെഗിൻസ് കൂടി ചെയ്യണം. ബട്ട് അൺബ്രേക്കിംഗ് 3 ആയിട്ടുള്ളത്. ലെവൽ റിക്വയർമെൻറ്റ് 28. ഓക്കെ നമുക്ക് ഗൈസ് ഒന്ന് പോയിട്ട് കുറച്ച് XP കളക്ട് ചെയ്യണം. നമുക്ക് മോബ് ഫാമിൽ പോയിട്ട് കുറച്ച് XP കളക്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. സോ സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ക്രീപ്പറൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് XP കളക്ട് ചെയ്യാം. ഓക്കെ ഇനി എന്തായാലും നമ്മൾ എൻചാൻറ്റ് പോകാൻ പോവാണ് ഗൈസ്. 30 ലെവലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ എന്തായാലും ഇതിൽ ഞാൻ ഗൈസ് ഞാൻ എന്തായാലും ലെഗിൻസിൽ ഞാൻ പ്രൊട്ടക്ഷൻ 3 അതുപോലെ തന്നെ അൺബ്രേക്കിംഗ് 3 ഇട്ടിട്ടുണ്ട്. ഡയമണ്ട് ബൂട്ടാണ് റെഡിയാക്കാൻ പോകുന്നത്. ഡയമണ്ട് ബൂട്ട് ഞാൻ നോക്കുമ്പോൾ പ്രൊട്ടക്ഷൻ 2 അൺബ്രേക്കിംഗ് 1 ആണല്ലോ ഗൈസ്. പ്രൊട്ടക്ഷൻ 2 എന്തായാലും ഇടാം കേട്ടോ. ഇതിൽ പ്രൊട്ടക്ഷൻ 2 മാത്രമേ ഉള്ളൂ ഗൈസ്. വെരി ബാഡ്. സോ ഇനി ഞാൻ ഡയമണ്ട് ഹെൽമെറ്റ് കൂടെ എൻജോയ് ചെയ്യാണ്. ഡയമണ്ട് ഹെൽമെറ്റിന് തരുന്നതും അൺബ്രേക്കിംഗ് 2 പ്രൊട്ടക്ഷൻ 1 ഗൈസ്. വെരി ബാഡ്. അൺബ്രേക്കിംഗ് 2 ഇടാണ്. അൺബ്രേക്കിംഗ് 2 ഇടുമ്പോൾ അതിൽ പ്രൊട്ടക്ഷൻ 2 ഉണ്ട് ഗൈസ്. അത് നല്ലൊരു കാര്യമാണ്. സോ ഞാൻ എന്തായാലും അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. അൺബ്രേക്കിംഗ് 1 നമ്മളിലിപ്പോൾ ഫയർ പ്രൊട്ടക്ഷൻ ഒന്നിലും ഇല്ലല്ലേ. നൈസ്. ശരി എന്നാ ഒരു ഓമ്പിയ സംഭവമായി പോയിട്ട്. ഓക്കെ എത്ര മതിയാവും ഗൈസ്. ഞാൻ എന്തായാലും പോവാണ്. നമ്മളെന്തായാലും കുറച്ച് എൻജാൻറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ബാക്കി എൻജാൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് XP വേണം. സോ നമ്മളെന്തായാലും നമ്മളെ ഫോർട്രസിലേക്ക് പോകാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഒരു ബോയ് ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും 14 ക്യാരറ്റും കൈ പിടിക്കാട്ടോ ഗൈസ്. ഗോൾഡൻ ക്യാരറ്റും കൈ പിടിക്കുന്നുണ്ട്. ഇതെന്ത് സോഡ? ഗോൾഡിൻ്റെ സോഡൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ആവശ്യമില്ല. ഇതൊന്ന് മെയിനായിട്ട് വേണ്ടത് ഒരു ബോയാണ്. എൻ്റെ അടുത്ത് ബോ ഉണ്ടായിരുന്നു ഗൈസ്. വേറൊന്ന് അതാണ് ഞാൻ നോക്കുന്നത്. അതാണ്ട ഗൈസ് പവർ 2 ഉള്ളൊരു ബോ ഉണ്ട്. സോ അതെന്തായാലും കൈ പിടിക്കാട്ടോ. എന്തായാലും നമ്മൾ പോകാൻ പോവാണ് ഗൈസ്. ഓക്കെ ഒരു ഗോൾഡ് ഇങ്കട്ടും ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ തന്നെ ഗോൾഡൻ ആപ്പിളും ഗൈസ്. നമ്മൾ ആ ഒരു വില്ലേജറിനെ ക്യൂർ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട വേറൊരു സംഭവമാണ് ഗോൾഡ് ഗൈസ്. ഗോൾഡിൻ്റെ ആപ്പിൾ വേണം. സോ അതൊരു പ്രോബ്ലമാണ് ഗൈസ്. ഗോൾഡൻ ആപ്പിൾ സെറ്റാക്കാൻ വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറയുക ഗൈസ്. സോ അതെന്നാലും നെതറിൽ പോകാൻ പോവാണ് ഗൈസ്. നമ്മൾ നെതറിലേക്ക് കയറാൻ പോവാണ്. സോ നമ്മൾ പ്രൊട്ടക്ഷൻ 4 ഒക്കെ ഇട്ടാണ് നെതറിൽ പോകുന്നത്. എന്തരാവുമെന്ന് കണ്ടറിയാം ഗൈസ്. എൻ്റെ ഇവിടുത്തെ ലാവയും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകാൻ പോകുന്ന ഒരു ഫോർട്രസ് ഞാൻ കറക്റ്റ് അങ്ങോട്ട് പാത്തും സെറ്റാക്കിയിട്ടുണ്ട്. ഏതവനാണ് അവിടെ ഗൈസ്? മറ്റവൻ അതാണ് വന്നിക്കുന്നത്. പ്രശ്നമായല്ലോ ഗൈസ്. പ്രശ്നമായല്ലോ. പോടാ ഞാനേ പോടാ. എന്തായാലും അവൻ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ഗൈസ്. അത് വേറെ കാര്യം. ചാടി വരുന്നുണ്ട കള്ളൻ. പോടാ.
അമ്മച്ചി മുത്തേ എന്തടേ ഈ സാധനം. നമ്മൾ മിക്കവാറും ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ ഇപ്പൊ ചാവും. ഫയർ പ്രൊട്ടക്ഷൻ കിട്ടിയില്ല ഗൈസ്, അതാണ് പ്രശ്നം. എന്തോ ഒരു റെസിപ്പി കിട്ടിട്ടോ, മാഗ്മ ക്രീം കിട്ടി. കലക്കി മാഗ്മാൻ്റെ എന്തോ ഒരു സാധനം കിട്ടി ഗൈസ്, മാഗ്മ ക്രീം. ഓ ഞാനെന്തായാലും ഞാൻ സംഭവം കാണിച്ചു തരാം ഗൈസ് എവിടെ ആണെന്ന്. അപ്പോൾ ഞാൻ അവിടെ ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. കണ്ട ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം കേട്ടോ, ക്വാർട്ടേഴ്സ് ഗൈസ്. എന്താ ഞാൻ ഇവിടം വരെ വന്നില്ല ഗൈസ്. ഇനി അങ്ങോട്ട് മുകളിലോട്ട് നമുക്ക് പൊട്ടിച്ച് കയറണം. അപ്പോൾ ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ. എന്തായാലും നമ്മൾ അയൺ പിക്കാക്സ് വെച്ചാണ് പൊട്ടിക്കുന്നത് കേട്ടോ ഗൈസ്. അമ്മച്ചി എൻ്റെ ആളി അതാരടാ അവിടെ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ബോയിട്ട് കൊല്ലാട്ടോ അമാരെ, ബോയിട്ട് കൊല്ലാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഈസി ബ്രോ ഈസി. അവിടെ കണ്ട ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടാ? രണ്ട് മച്ചാന്മാരവിടെ ബ്ലേസ് റോഡും ഉണ്ട്, മറ്റേ സാധനമുണ്ട് ബ്ലേസ്. അതിനെന്തെങ്കിലും പറയാ കറക്റ്റ് അറിഞ്ഞോട്ടെ അതിനെന്താ പറയാന്ന് ഗൈസ്. ആദ്യം നമുക്ക് ആ സ്കെലട്ടന്മാരടിച്ച് കൊല്ലണം, അല്ലെങ്കിൽ ഓ അവനെ ഇവിടെ നിന്ന് അടിക്കാൻ പറ്റൂ. എൻ്റെ മുത്തേ ആ സാധനം എങ്ങനെ ഇങ്ങോട്ടടിച്ച് അവൻ ഇങ്ങോട്ടടിച്ച് ഗൈസ്, അത്രയും ലോങ്ങെന്ന്. വാട്ട് കുറച്ച് സീനല്ലേ അവൻ. അവൻ ഡേഞ്ചർ ആട്ടോ ഗൈസ്. ഓ മൈ ഗോഡ് കണ്ടാ, ആ സാധനത്തിന് നല്ല ലോങ്ങിലേക്ക് നമ്മൾ അടിക്കാൻ പറ്റും ഗൈസ്, അതാണ് പ്രശ്നം. ഒരു പ്രോബ്ലം ആണ്. ഓക്കെ ഒന്നിനെ ഞാൻ കൊന്നിട്ട് ഗൈസ്. നമുക്ക് അവിടെ നിൽക്കുന്ന ആ സാധനത്തിനൊക്കെ അടിച്ച് കൊല്ലണം ഗൈസ്, ആ ഒരു സ്കെൽട്ടന്മാരൊക്കെ അടിച്ച് കൊല്ലണം. ഓക്കെ ഒരാളെ ഞാൻ കൊന്നു കേട്ടോ, അത് ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ്, നീ വിചാരിച്ച പോലെയല്ല ഗൈസ്. സോ നമ്മൾ എന്തായാലും വാളെടുത്ത് പോവാണ്. വേണ്ട വരുന്ന ഓ കുറച്ച് ഡേഞ്ചറാണ്. മുത്തേ എന്തോ ഒരു സംഭവം കിട്ടി ഗൈസ്, ചെറുതായിട്ടൊരു എഫക്റ്റ് വന്നു ഗൈസ്. ഇല്ല ഒന്നും ഞമ്മക്ക് ബാധിക്കൂല ഗൈസ്, നമുക്കതൊന്നൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. നമ്മൾ പ്രൊട്ടക്ഷൻ 4 ഇട്ടിട്ടുണ്ട് ഗൈസ്. ബ്ലേസിൻ്റെ സാധനം കിട്ടിയില്ലല്ലോ ഗൈസ്, അതെന്താണ്? ബ്ലേസ് പൗഡർ കിട്ടിയില്ല ഗൈസ്. കിട്ടിയോ? ഇല്ലല്ല, എന്താ അവനാ ഡ്രോപ്പ് ആക്കിയില്ല ഗൈസ്. ഒരുത്തനതാ ഗൈസ് ഇവിടെ ഒരടി ഞാൻ കൊടുത്ത്, അതുകൊണ്ട് നമ്മളെവിടെ നിന്ന് അടിക്കേണ്ടിട്ട് ഒരുത്തൻ. ഓടാ, അവനെ ഞാൻ കൊന്നു ഗൈസ്, അവനെ ഞാൻ കൊന്നു. ഓക്കെ ഒരാളെ കൊന്നു. ബ്ലേസ് പൗഡർ ഉണ്ടോ? യെസ് ഗൈസ്, ബ്ലേസ് റോഡ് കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. ബ്ലേസ് റോഡ് കിട്ടിട്ടോ, ഒരു ബ്ലേസ് റോഡ് കിട്ടി ഗൈസ്, അത് മതി. ഞാൻ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു ഗൈസ്, ഇല്ലാണ്ട് ഇത് ഇവിടെ നിന്ന് പോകാൻ പറ്റൂല. ഓക്കെ ബ്ലേസ് റോഡ് കിട്ടി, ബട്ട് സ്കെൽട്ടൻ മാമൻ വരുന്നുണ്ട് ഗൈസ്. സ്കെൽട്ടൻ മാമൻ കുറച്ച് ഡേഞ്ചറാണ്. എൻ്റെ അതെങ്ങനെ ഗൈസ്? വാട്ട് ദ ഹെൽ? ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവൻ അടിച്ചു ഗൈസ്. എന്ത് കഥ? ഗൈസ് ഞാൻ ബ്ലോക്സിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവൻ എന്നെ അറ്റാക്ക് ചെയ്തു ഗൈസ്. വാട്ട് ദ ഫക്ക്? അവൻ കുറച്ച് ഡേഞ്ചർ ആകല്ലേ, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. 3 ബ്ലേസ് റോഡ് കിട്ടി ഗൈസ്, അതുകൊണ്ട് കാര്യമല്ല. നമുക്ക് ആ ഒരു സ്കെലട്ടൻ എങ്ങനെയാലും അടിച്ചു കൊല്ലണം ഗൈസ്. ഇവന് കുറച്ച് പട്ടിഷോ കുറച്ച് കൂടുതലാണ്, പട്ടിഷോ തീർക്കണം. വേങ്കർ പോടാ പയ്യ, എന്നെ കൊല്ലണല്ലടാ കള്ള നന്ദി. ഇവനെങ്ങനെങ്കിലും അടിക്കണം ഗൈസ്. പോടാ പയ്യ, ഈ മാസ് കണ്ട് പോയാ. അതിനെ ഞാൻ കൊന്നു ഗൈസ്. നമ്മുടെ അടുത്ത് ഇപ്പം എത്ര ബ്ലേസ് പൗഡർ ഉണ്ട് നോക്കട്ടെ. ബ്ലേസ് പൗഡർ ഇത് വെച്ച് കിട്ടുക നമുക്ക് 6 എണ്ണമാണ് ഗൈസ്. 6 എണ്ണം പോരാ, ഇനിയും വേണം. 2 hours later.
ഓടിക്ക മുത്തളിയ അളിയ ഓടിക്കളിയ അതെന്താടോ അത് ബ്ലേസ് പൗഡറിന്റെ കളിയാ ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. മിക്കവാറും നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരും ഗൈസ്. ബ്ലേസ് പൗഡർ ഇനിയും നമുക്ക് ആവശ്യം വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് പോകാൻ തീരുമാനിച്ചു ഗൈസ്. ഏകദേശം എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ ബ്ലേസ് പൗഡർ ആക്കില്ല കേട്ടോ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും 18 എണ്ണം മതിയാവും തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും തിരിച്ച് പോവാട്ടെ ഗൈസ്. നമ്മൾ വന്നിടത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും തിരിച്ച് നമ്മുടെ വേൾഡിലോട്ട് തന്നെ പോവാണ്. പവർ 2 ഇത് അടിപൊളി ബോയാട്ടോ ഗൈസ്. നല്ല പവർ ഉണ്ട്. 2 ഷോട്ടിൻ്റെ സംഭവം തീരുന്നുണ്ട് സ്കെലട്ടണൊക്കെ. ബട്ട് നമ്മുടെ അടുത്ത് ആരോ തീർന്നു ഗൈസ്, അതാണ് പ്രശ്നം പറ്റി. സോ ഇപ്പോൾ ഇത്രയും സെറ്റാണ്. നമ്മൾ ബ്ലേസ് പൗഡറും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മറ്റേ മെഷീനിൽ വെച്ച് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ക്യൂറും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. സാധനത്തിൽ വെച്ച് നമ്മുടെ ഒരു സംഭവം റെഡിയാക്കണം. ഇവിടെ നമ്മളെ ബ്ലേസ് ഈ ഒരു സംഭവം വെക്കും, ബ്ലേസ് പൗഡർ വെക്കും. എന്നിട്ട് ഇവിടെ നമ്മളെ എന്തായിരുന്നു മറ്റേ സ്പൈഡർ ഐ വേണം. സോ നമ്മളെടുത്ത് സ്പൈഡറിൻ്റെ ഐ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. സ്പൈഡറിൻ്റെ ഐ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നോക്കട്ടെ, എന്തായാലും നമുക്ക് അതുകൂടി ഒന്ന് സെറ്റ് ചെയ്തേക്കാം കേട്ടോ. ക്യൂറും കൂടി ചെയ്തേക്കാം, അതായിരിക്കും നല്ലത്. ഇതാണ് സാധനം, സ്പൈഡർ ഐ. ഇനി വേറെ സ്പൈഡർ ഐ ഉണ്ടോ നോക്കാം കേട്ടോ. നമ്മളെന്തായാലും ഗോൾഡൻ ആപ്പിൾ കൂടി എടുത്തിട്ടുണ്ട്. അഥവാ ക്യാരറ്റ് പറ്റൂല്ലെങ്കിൽ ഓക്കെ, ഒരു ഐ കൂടി കിട്ടിട്ടോ. ഓക്കെ, നമുക്കൊരു സംഭവം കൂടി സെറ്റാക്കണം ഗൈസ്. നമ്മൾ ഷീൽഡ് ഊരാം. സോ നമുക്ക് ഒരു സംഭവം കൂടി സെറ്റാക്കണം, ഷുഗർ ഉണ്ടാക്കണം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു സംഭവം കൂടി വേണം ഗൈസ്. മറ്റേ മഷ്റൂം കിട്ടണം. എന്നാൽ മറ്റേ ഈ ഒരു ഐ ഗൈസ് മറ്റേ സംഭവം ആക്കാൻ പറ്റും. വേറൊരു ഐ ആക്കണം, പെർമനൻറ്റഡ് സ്പൈഡർ ഐ ആക്കണം. സോ ആ ഒരു ഐ ആക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് മറ്റേത് വേണം ഗൈസ്, സ്പൂണ് വേണം, മഷ്റൂം. വെറി ടാസ്ക്. മഷ്റൂം ഇനിയിപ്പോൾ ഏത് മറ്റടുത്തായിരിക്കും ഉണ്ടാവുക? സവാന ബയോമിലൊന്നും എന്തായാലും മഷ്റൂം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മഷ്റൂമിന് വേണ്ടി നമ്മൾ ലോകം മൊത്തം കറങ്ങേണ്ടി വരും ഗൈസ്. എങ്ങനെയാ തോന്നുന്നത്? ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. സാധാരണ അങ്ങനെ ആണല്ലോ. ഇതിനെടുങ്ങേറാക്കാനായിട്ട് ഒരു കോപ്പ് ഉണ്ടാവും. ഇങ്ങോട്ട് വാ സ്കെലട്ടൻ. കൊള്ളാം, നീ നല്ല അനുസരണമുള്ള സ്കെലട്ടൻ. എന്തായാലും ഇങ്ങോട്ട് ചാടറ, ഒരാരോഗ്യമില്ലാത്ത സാധനം. ഇങ്ങോട്ട് കയറ്, ഇങ്ങോട്ട് ചാട് സ്കെലട്ടാ. കുതിരേ. 2 hours later. ബെഡ് എടുക്കാൻ മറന്നു. ഞാൻ എന്തായാലും വരുന്ന വഴിക്കൊരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഫുഡൊക്കെ തീർന്നു ഗൈസ്. അപ്പോൾ കുറച്ച് ആടിനടിച്ച് കൊന്നാൽ കുറച്ച് മട്ടൻ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബാക്കി ഫുഡൊക്കെ തീർന്നു കേട്ടോ. ഗോൾഡൻ ക്യാരറ്റൊക്കെ നമുക്ക് മറ്റനുള്ള, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. സോ നമ്മൾ വന്ന സാധനം താണ്ട് ഇവിടെ ഉണ്ട്, നമ്മുടെ ഒരു മഷ്റൂം. എന്തായാലും പൊട്ടിച്ചെടുക്കുക കേട്ടോ ഗൈസ്. മഷ്റൂം കിട്ടി. മഷ്റൂം തന്നെ അല്ല ഗൈസ് ഇത്, ബ്രൗൺ മഷ്റൂം. എന്തായാലും നമ്മൾ മഷ്റൂം മൊത്തം പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് മഷ്റൂമിൻ്റെ കാര്യം മനസ്സിലായത് ഗൈസ്. ഇനി എന്തായാലും അവിടെ പോയിട്ട് മഷ്റൂം നട്ടു കൊടുക്കണം. പോയിട്ടാ കുറച്ച് ബ്ലോക്കും പൊട്ടിക്കുക കേട്ടോ. ഇതെന്ത് ബ്ലോക്ക്? അത് ഡേട്ടൻ അല്ലേ? ഇതെന്നങ്ങനെ എങ്ങനെയായി വരുന്നത്? എവിടെയും കുറച്ചുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ വില്ലേജിലോട്ട് തന്നെ പോകട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ക്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗൈസ്. നമുക്ക് ആദ്യം റെഡിയാക്കേണ്ടത് ഈ ഒരു സംഭവമാണ്, പെർമനൻ്റൽ സ്പൈഡർ ഐ ഗൈസ്. നമുക്ക് 3 എണ്ണമാണ് റെഡിയാക്കാൻ പറ്റുക ഗൈസ്. ഗ്ലാസ് ബോട്ടിൽ വേണം. കുറച്ച് ഗ്ലാസ് എടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. കുറച്ച് ഗ്ലാസ് ബോട്ടിൽ ആവശ്യമുണ്ട് ഗൈസ്. ഗ്ലാസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഗ്ലാസ് ബോട്ടിൽ റെഡിയാക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു മെഷീൻ എടുക്കണം. സോ ബ്രേവിങ് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. സോ ഇനി ആദ്യം നമ്മളെ ഈ ബോട്ടിൽ 3 എണ്ണം അടിയിൽ വെക്കണം. വാട്ടർ ബോട്ടിൽ 3 എണ്ണം അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ഈ ഒരു ഇതിന്ന് ഒന്ന് എടുത്തിട്ട് അവിടെ വെക്കാം. വെച്ചോ? ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഐ വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് സെറ്റ് ആവണം. ഫെർമെൻ്റൽ ഐ നോക്കട്ടെ. ഫെർമെൻറ്റഡ് ഐ ആട്ടോ ഗൈസ്. ഇതൊന്ന് സെറ്റായി വരണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷുഗർ അല്ല ഈ ഒരു ഗൺ പൗഡർ കൂടി സെറ്റ് ചെയ്യണം.
ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഗൺ പൗഡർ ഇല്ലേ ഗൈസ്, ഇതുകൂടി ഇവിടെ വെച്ച് കൊടുക്കാം. അല്ല, ഇവിടെ വെക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. സ്പ്ലാഷ് പോഷൻ ഓഫ് വീക്ക്നെസ് സംഭവം റെഡി ആയിട്ടുണ്ട്. 3 നമുക്ക് കിട്ടിയത് കേട്ടോ. 3 നമുക്ക് കിട്ടിയത്. എന്തായാലും നമ്മൾ ഫസ്റ്റ് 3 നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഫസ്റ്റ് നമ്മുടെ അടുത്ത് ഗോൾഡൻ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ് ഗൈസ്. സോ ക്യാരറ്റ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് നോക്കണം. സോ ഇനി നമ്മൾ രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. രാത്രി ആയിട്ട് വേണം നമ്മൾ സംഭവം, നമ്മൾ സോമ്പിനെ ആവശ്യമുണ്ട് ഗൈസ് സംഭവം സെറ്റ് ചെയ്യണമെങ്കിൽ. സോ നമുക്ക് എന്തായാലും രാത്രി വരെ വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. ഒരു സോമ്പിനെ അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്. സോംബി ബായ് കമ്മിയർ സോംബി കമ്മിയർ. വാടാ മച്ചാനെ വാടാ, അടിക്കടാ സോംബിനെ. എടാ വില്ലേജറിനെ അറ്റാക്ക് ചെയ്യുന്നില്ല സോംബി, ഇതെന്ത് കഥ? ഓക്കെ ഗൈസ്, ഒരാള് സോംബി വില്ലേജർ ആയിട്ടോ. പക്ഷെ വെമ്മാരൊന്നും ആവുന്നില്ലല്ലോ. ഒരാളായി ഗൈസ്, ഒരാളായിട്ടുണ്ട്. എബൻ അവിടെ പോയി. അറ്റാക്ക് ചെയ്യാത്തവന് ഇവനൊക്കെ വില്ലേജ് സോംബി നോക്കി ഗൈസ്. എന്ത് തേങ്ങാ പിണ്ണാക്ക ഈ സോംബി കളിക്കുന്നത്. അറ്റാക്ക് ചെയ്യ് സോംബി. നൂബടെ ഓക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. സോംബി വില്ലേജർ ആയിട്ടുണ്ട്. ഓക്കെ, ഒരാള് സോംബി വില്ലേജർ ആയി ഗൈസ്. കണ്ടേ, ഇനി ഇവനെ നമുക്ക് ഇത് ചെയ്യണം. ഫ്ലാഷ് പോഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി മറ്റേ ക്യാരറ്റ് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് കൊടുക്കാൻ പറ്റില്ല, ഗോൾഡൻ ആപ്പിൾ തന്നെ കൊടുക്കണം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു വില്ലേജറിനെ സംഭവം ക്യൂർ ചെയ്തിരിക്കട്ടെ ഗൈസ്. ഒരു വില്ലേജറിനെ നമ്മൾ ക്യൂർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഒരു അഡ്വാൻസ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതെൻ്റെ സോംബി ഡോക്ടർ. ഓക്കെ, നമ്മളൊരു ഡോക്ടർ ആയിരിക്കുകയാണ് ഗൈസ്. അല്ല, ഞാൻ ജോബും കാര്യങ്ങളും പൊട്ടിച്ച് ഒന്നുകൂടി ജോബ് വെച്ച് പോയി. അപ്പോൾ ഇപ്പോൾ അണ്ണം തരുന്നത് ഫയർ പ്രൊട്ടക്ഷൻ 3 ആണ് ഗൈസ്. 3 എമറാൾഡിന് ഫയർ പ്രൊട്ടക്ഷൻ 3 ആട്ടോ ഗൈസ് തരുന്നത്. പിന്നെ 3 എമറാൾഡിന് ഒരു ബുക്ക് ഷെൽഫും തരുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും ഇതിനി പൊട്ടിച്ചു കൊടുത്താൽ ഇപ്പോൾ വേറെയും തരേണ്ടതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനത് പൊട്ടിക്കുന്നില്ല. ഇനി എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഈ വില്ലേജിനും ക്യൂർ ചെയ്യണം കേട്ടോ ഗൈസ്. ഈ ഒരു ബാക്കിയുള്ള വില്ലേജറിനെ എനിക്ക് ക്യൂർ ചെയ്യണം. ഞാൻ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ക്യൂർ ചെയ്തിട്ട് കാണിച്ചിരുന്നേ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഞാൻ ക്യൂർ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ അപ്പോൾ തന്നെ ക്യൂർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ ക്യൂർ ചെയ്യുന്നതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല ഗൈസ്. ഇനിയും ക്യൂർ തന്നെയായ വൻ ബോറിംഗ് ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഞാൻ ക്യൂർ ചെയ്തിട്ട് കാണിച്ചിരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.